മാവൊന്നും കുഴക്കാതെ എണ്ണയിലും പൊരിക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും ഇത്. അപ്പോൾ ആദ്യം തന്നെ ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ബട്ടർ ഒന്ന് ചൂടായി ഒന്നങ്ങ് ഇതുപോലെ മെൽറ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി വാടി അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് അങ്ങ് മാറി വന്നതിന് ശേഷം എല്ലില്ലാത്ത ചിക്കൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ നല്ല ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും ഈ ഒരു സമയത്തിന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് തന്നെ ഇത് കുക്കാവാനുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും. ചിക്കൻ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പിലും കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പച്ച ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് തന്നെ എടുത്തോളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് പോയി ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വരും. ഇനി പച്ചക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ മക്കൾക്കൊന്നും അങ്ങനെ ക്യാപ്സിക്കം പച്ചക്ക് കടിക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഒറിഗാനോയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒരല്പം ചേർത്ത് കൊടുക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും നമ്മൾ പിസയിലൊക്കെ ഇടുന്നതല്ലേ ഒറിഗാനോ, അപ്പോൾ അവർക്ക് എന്തായാലും അത് ഇഷ്ടമാവും ആ ഒരു ഫ്ലേവർ. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മൈദ ഒന്നും കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് 3/4 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതൊരു ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലേക്ക് വരും കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതങ്ങ് തിക്കായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു സ്ലൈസ് ചീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചീസ് കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചീസ് ഒന്ന് മെൽറ്റായിട്ട് വരുന്നത് വരെ. ചീസൊക്കെ മെൽറ്റായിട്ട് ഇതിൽ നന്നായിട്ട് അങ്ങ് യോജിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീമി ഫില്ലിംഗ് ആണ് കേട്ടോ ഇത്, ചിക്കൻ്റെ ഫില്ലിങ്. ഇനി ഞാനിവിടെ ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ, ബ്രൗൺ കളറിലുള്ള ഭാഗം 4 ഭാഗത്ത് നിന്നൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രെഡ് കുറച്ചൊരു ഹാർഡായിട്ടുള്ള ബ്രെഡാണ് കേട്ടോ. നമുക്ക് സാധാരണ ഇവിടെ കിട്ടുന്ന ബ്രെഡൊക്കെ കുറച്ച് ഹാർഡായിരിക്കും. അത് നമുക്ക് ഷേപ്പ് ആക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാനിത് ഒന്ന് ആവിയിൽ വെക്കാൻ പോവുകയാണ്. പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് സ്റ്റീമർ വെച്ച് കൊടുത്തിട്ട് അതിൽ നമ്മൾ ഈ ഒരു സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡ് വെച്ചിട്ട് അടച്ചു വെക്കാം. ഒരു 2-3 സെക്കൻഡ് മതി കേട്ടോ. ഈ ഒരു ബ്രെഡ് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പഞ്ഞി പോലെയുള്ള ബ്രെഡായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് അതെടുത്തിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തതിന് ശേഷം പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് മടക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇനി പ്രത്യേകം ഒരു മൈദ പേസ്റ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളം വെച്ചിട്ടോ ഒന്നും തന്നെ ഒട്ടിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഇങ്ങനെ തന്നെ അങ്ങ് ഒട്ടിക്കിട്ടും കേട്ടോ. നമുക്ക് ഇത് മുക്കി പൊരിക്കുന്ന സാധനമൊന്നും അല്ലാത്തതുകൊണ്ട് മുക്കി പൊരിക്കുന്ന സ്നാക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ എണ്ണ കയറും. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ഇത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി വെച്ചാൽ തന്നെ അതവിടെ നല്ല സ്റ്റിക്കി ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ എല്ലാ ബ്രെഡും ഫില്ലിങ്ങൊക്കെ വെച്ച് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഉപ്പും ഒരല്പം ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിൽ ബട്ടർ ആക്കിയിട്ട്, ഒരുപാട് ബട്ടറൊന്നും വേണ്ട, 1 ടീസ്പൂണൊക്കെ ബട്ടർ ചേർത്തിട്ട് ഒന്നങ്ങ് മെൽറ്റായി ഒന്നങ്ങ് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ആ ഒരു റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ അതിൻ്റെ പുറം ഭാഗത്തായിട്ട് നമ്മുടെ ഈ ഒരു മുട്ടയുടെ മിക്സ് ഒന്നങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് 2 സൈഡിലും ഒന്നങ്ങ് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു ചൂടായിട്ടുള്ള പാനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ആ ഒരു മുട്ടയുടെ ആ ഒരു മിക്സ് ഒന്നങ്ങ് ടോസ്റ്റായിട്ട് വന്നാൽ മതി. അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് മൊരിച്ചെടുക്കുക കേട്ടോ. അപ്പുറമൊക്കെ സൈഡിലൊക്കെ മുട്ട മിക്സ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗമൊക്കെ ഒന്നങ്ങ് മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് റെഡിയായി. ഇനി നമുക്കിത് ഇങ്ങനെ വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്